പ്രിയപ്പെട്ടവരെ, നാം താമസിക്കുന്ന വീട്ടിൽ ഒരു ഊർജ പ്രസരണം ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ഗുണപരമായിട്ടുള്ള ഊർജങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ വിപരീത ഗുണങ്ങളുള്ള ഊർജത്തിൻ്റെ പ്രസരണം കൂടുതലാണെങ്കിൽ ഇന്ന് സങ്കടങ്ങളും അനർത്ഥങ്ങളും ധനക്ലേശവും രോഗങ്ങളും എല്ലാം വന്നുകൂടും. നമ്മുടെ വീടിൻ്റെ കണക്കുകൾ മുതൽ ഓരോ മുറിയിലും പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചിട്ടപ്പടി തന്നെ വേണം. ഒരു വീട് അലങ്കോലമായി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരുടെ അച്ചടക്കത്തിൻ്റെ രാഹിത്യം, അച്ചടക്കക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതും ആ വീട്ടിൻ്റെ ഊർജത്തെ നന്നായിട്ട് സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീടിൻ്റെ ഹാളുമായി ബന്ധപ്പെട്ട് പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മുടെ വീടിൻ്റെ ഹാൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിഥികളെ സ്വീകരിച്ചിരുത്താൻ വേണ്ടപ്പെട്ടവരെയൊക്കെ സ്വീകരിച്ചിരുത്തുന്ന സ്ഥാനമാണ്. അപ്പോൾ അവിടെ എപ്പോഴും പ്രശാന്ത സുന്ദരമായിരിക്കണം. അവിടെ എപ്പോഴും ഐശ്വര്യത്തിൻ്റെയും ഈശ്വരീയ ചൈതന്യത്തിൻ്റെയും ഒരു പ്രസരണം ഉണ്ടായിരിക്കണം. അത് കളങ്കം വരുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എപ്പോഴും വിപരീത ഗുണങ്ങളുടെ തേരോട്ടം നടക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കടന്നുകൂടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ വീടുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇനി പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ ഏതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില വീടുകൾ വളരെ പരിശുദ്ധമായിരിക്കും. എപ്പോഴും വൃത്തിയും വെടുപ്പും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുണ്ട്. മനുഷ്യർക്കും വൃത്തിയും വെടുപ്പും ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ അധിവസിക്കുന്ന സ്ഥാനത്തിനും അതെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഹാളിൽ പാടില്ലാത്ത 10 കാര്യങ്ങളെ പറയുന്നു. ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദന മഠം. ഹാളിൽ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, ഒഴിഞ്ഞ പാത്രങ്ങൾ അവിടെ ഇരിക്കരുത് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ അതിഥികളെ സ്വീകരിക്കാനോ മറ്റൊക്കെ അവിടെ സ്നാക്സ് കൊടുക്കും, ചായ കൊടുക്കും, ജ്യൂസ് കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കും. അവരവിടെ കഴിച്ചിട്ട് അവർ കടന്നുപോയി കഴിഞ്ഞ് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുന്നതാണ്. ചിലപ്പം പല്ലിയിരിക്കുന്നതാണ്. ചായ ഗ്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈച്ചകളും മറ്റു പ്രാണികളും വന്നിരിക്കുന്നതൊക്കെ കാണാം. പല വീടുകളിലും അങ്ങനെ കണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും പാടില്ലാത്തൊരു കാര്യമാണ്. പരമാവധി ഗസ്റ്റിന് ഒരു പ്രത്യേക സ്ഥലത്ത് ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങ് മാറ്റി കൊടുക്കുക. ഹാളിൽ പരമാവധി കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ളൊരു അവസരം നിങ്ങൾക്കുള്ളൂ. വേറെ ഇടാമൊന്നും ഇല്ലെങ്കിൽ ഹാളിൽ വെച്ച് കൊടുക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വീട്ടിലെ കുട്ടികളും ചില ഗൃഹനാഥന്മാരൊക്കെ TV കാണുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുറച്ചും കൊണ്ടൊക്കെയാണ്. ഒരുപാട് ഈ കപ്പലണ്ടി പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ തോടൊക്കെ നിലത്ത് ചെറുതി കിടക്കുന്നതാണ്. ചില സ്നാക്സുകളുടെ തോല് അവിടെ കിടക്കുന്നതാണ്. ഒരിക്കലും പാടില്ല. ആ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥാനമല്ല. എന്നാൽ ലഘു സംഭാരങ്ങളൊക്കെ അവിടെ വെച്ച് കുടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയായാലും അത് ക്ലീനാക്കി വെക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടിലെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ചെരുപ്പുകൾ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നവർ മലയാളികൾക്കിടയിൽ കുറവാണ്. എന്നാൽ ചിലരാകട്ടെ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് അകത്ത് പോലും കൊണ്ട് കയറുന്നുമുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതാണ്. ഇവിടെ പറയേണ്ട കാര്യം, ചെരുപ്പ് വീട്ടിനകത്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തേക്കൊക്കെ പോകാൻ നേരത്തെ ഹാളിൽ ഇത് ഊരിയിട്ടിട്ട് പോകും. ചിലപ്പം മുഷിഞ്ഞ സോക്സുകൾ അവിടെ ഇട്ടിട്ട് പോകും. ഒരിക്കലും പാടില്ലാത്ത, നിങ്ങൾ ഈ വീട്ടിനകത്ത് ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങളെങ്ങനെ ചെയ്യരുത്. കാര്യം വീട്ടിൽ നിങ്ങളില്ലെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുന്ന ഗുണങ്ങൾ അഥവാ ദൈവിക ചൈതന്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അലങ്കോലപ്പെടുത്തി നമ്മളിടരുത്. വീടിനൊരു ക്ഷേത്ര സങ്കല്പത്തിലാണ് കരുതുന്നത്. ശുദ്ധിയാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അവിടെ ഇത്തരം വസ്തുക്കൾ ഇടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, യുദ്ധചിത്രങ്ങൾ, അപകടകരമായിട്ടുള്ള ചിത്രങ്ങൾ, ഇവ ഹാളിൽ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ ഹാള് എന്ന് പറയുന്ന അതിഥികളെയൊക്കെ സ്വീകരിച്ചിരുത്തുന്നതുകൊണ്ട് തന്നെ അവിടെ മനോഹരമാക്കി വെക്കാൻ പലതരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. ചിലരാകട്ടെ ഇച്ചിരി ക്രിയേറ്റിവിറ്റി കൂടുതലാണെന്നൊക്കെ തോന്നിയിട്ട് യുദ്ധത്തിൻ്റെ ചിത്രങ്ങൾ വയ്ക്കും, കപ്പൽ മുങ്ങുന്നതിൻ്റെ ചിത്രം വയ്ക്കും, ഏതെങ്കിലും കെട്ടിടം തീ പിടിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ വയ്ക്കും, ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചിത്രം വയ്ക്കും, ഒരു റോസാപ്പൂ നിലത്ത് വീണ് കിടക്കുന്നതായിട്ടുള്ള ചിത്രം വയ്ക്കും. ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവയൊക്കെ. ഒരിക്കലും ഒരു നാശനഷ്ടം, ഒരു അപകടം ഇവയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഹാളിൽ ഉണ്ടാകാനേ പാടില്ല. ഹാളിൽ എന്നല്ല, വീട്ടിനകത്ത് ഒരിടത്തും ഇത്തരം ദുരന്തങ്ങളെ ചിത്രീകരിക്കുന്ന ഒന്നും വയ്ക്കരുതെന്നാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ.
ചിലരാട്ടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് വസ്ത്രമൊക്കെ ഊരി അവിടെ സൈഡിൽ കസേരയിൽ ഇടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു ഭാഗത്ത് കൊണ്ടൊന്ന് കുന്നുകൂട്ടുക. ആരെങ്കിലും അതിഥികളെങ്ങാനും വന്ന് കയറുമ്പോൾ ഇതെല്ലാം വാരി എടുത്തുകൊണ്ട് ഓടുകയോ അല്ലെങ്കിൽ കാലുകൊണ്ട് തട്ടി സോഫയ്ക്കടിയിലേക്കൊക്കെ കയറ്റിയിടുന്നതൊക്കെ ചില വീടുകളിൽ കാണാൻ പറ്റും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇവിടെ ഇടരുത്. നമ്മൾ അതിന് കഴുകാനുള്ളതാണെങ്കിൽ അത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാവണം. അവിടെ കൊണ്ടുപോയി അത് വയ്ക്കുക. കൃത്യമായ സമയത്ത് തന്നെ അത് കഴുകി മാറ്റുകയും വേണം. കുറേ ദിവസം കൂട്ടിയിട്ടിട്ട് അത് കഴുകി മാറ്റാം എന്നുള്ള ഒരു രീതി പാടില്ല. പരമാവധി അന്നുള്ള വസ്ത്രങ്ങൾ അന്നന്ന് തന്നെ അലക്കി മാറ്റുന്നതായിരിക്കും ഗുണകരം. അഞ്ചാമത്തെ കാര്യം, കീറി മോശമായ സോഫകൾ, എന്തെങ്കിലും അംഗഭംഗം വന്ന ഫർണിച്ചറുകൾ, ഇവ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അതെ, വീടുകളിൽ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് ഹാളിൽ മോശപ്പെട്ടതായിട്ടുള്ള രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കരുതെന്നുണ്ട്. അതിഥി ദേവോ ഭവ എന്നല്ലേ നമ്മൾ പറയുന്നത്. ദേവ തുല്യമായിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ മുഷിഞ്ഞതായിട്ടുള്ള ഇരിപ്പിടം കൊടുക്കരുതെന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇതേ ഉള്ളൂ, നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞാലും അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാം. കസേര കാല് പോയതാണെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. പുതിയത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ പരമാവധി കഴിയുന്നവർ ഇത്തരം സോഫകളോ മറ്റൊക്കെ ഉണ്ട് അതിനൊരു കവറൊക്കെ അടിച്ചിട്ട് അതിനെ ഭംഗിയായിട്ടിടാൻ ശ്രദ്ധിക്കണം. ആറാമത്തെ കാര്യമാണ് ബോൺസായി വൃക്ഷങ്ങൾ എന്നുള്ളത്. പലരും അലങ്കാരത്തിന് വേണ്ടി പലതരം ചെടികൾ ഹാളിൽ വയ്ക്കാറുണ്ട്. തൂക്കിയിടുന്ന തരത്തിലുള്ള ചെടികൾ ഉണ്ടാവും. അല്ല, പ്രത്യേക സ്റ്റാൻഡ് വെച്ചിട്ട് ബോൺസായി പോലുള്ള വൃക്ഷങ്ങൾ വയ്ക്കും. ഒരിക്കലും ഹാളിൽ ബോൺസായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കരുതെന്നാണ്. അത് പൊതുവിൽ വീട്ടിൽ തന്നെ വയ്ക്കരുതെന്നാണ് ആചാര്യമതം പറയുന്നത്. കാര്യം പടർന്ന് പന്തലിക്കേണ്ടുന്ന ഒരു വൃക്ഷത്തെയാണ് പലപ്പോഴും കൃത്രിമമായിട്ട് ബോൺസായി ആക്കുന്നത്. ചിലപ്പം പാറ ഇടുക്കുകളിലും മറ്റൊക്കെ ബോൺസായി രൂപത്തിൽ വളർന്നുപോയ ചില സസ്യങ്ങളുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഒരു സസ്യത്തെ കൃത്യമായ രീതിയിൽ ബോൺസായി മാറ്റുകയാണ്. അതായത് വളർന്ന് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ വരേണ്ട ഒന്ന് മുരടിപ്പിച്ച് അവിടെ നിർത്തുകയാണ്. വീട്ടിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജം കൊടുക്കുന്ന ഒന്നാണ്. ഒരു ബോൺസായി വൃക്ഷം ഇങ്ങനെ നിരന്തരമായിട്ട് പരിചരിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ വളർച്ചയില്ലാത്ത 2 കുട്ടികൾ ഉണ്ടായി. അവർ പിന്നെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഈ ബോൺസായി വൃക്ഷങ്ങൾ അതിനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അത് എൻ്റെ ആചാര്യം പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ സംഭവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തൊക്കെയൊരു ശാപം അതിൽ നിന്ന് വരുന്നതായിട്ടായിരിക്കും. വൃക്ഷം അതിന് ജീവനുള്ളതല്ലേ, അതിൻ്റെ ഒരു സങ്കടം നമ്മുടെ വീട്ടിൽ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏഴാമത്തെ കാര്യം, ചീപ്പുകൾ, ആസ്ട്രേകൾ എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ചിലരുണ്ടല്ലോ തലമുടിയൊക്കെ കോതിയിട്ട് കുറേ മുടിയായിട്ടൊക്കെ ചീപ്പുകൾ കൊണ്ടുവന്ന് ഹാളിൽ വയ്ക്കുക, ജന്നൽപ്പടിയിൽ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലരായിട്ട് സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആസ്ട്രേയിലേക്ക് ഇങ്ങനെ സിഗരറ്റ് കുറ്റിയിടുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രേ കൊണ്ടുവന്ന് അവിടെ വെച്ചേക്കുക. ഇതൊക്കെ ഉണ്ട്. ചാരം കെട്ടിടക്കുന്ന ആ ട്രേ ഒക്കെ അവിടെ ഇരിക്കും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. വീട്ടിലെ ഈശ്വരാധീനം കെടുന്നതിൽ വളരെ പങ്കുവയ്ക്കുന്ന ഒന്നാണിത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിൽ പലപ്പോഴും രോഗത്തിൻ്റെ വർധനവ് കൂടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം, നിശ്ചലമായ ക്ലോക്കാണ്. വീടുകളിൽ എവിടെയായാലും ശരി ക്ലോക്ക് നിശ്ചലമാക്കി നിർത്താൻ പാടില്ല എന്നാണ്. സമയം സ്തംഭിക്കരുത് എന്നാണ്. അപ്പോൾ ഹാളിൽ ഉള്ള സ്ഥലങ്ങളിൽ ഈ ക്ലോക്ക് ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. അതായത് നമ്മുടെ സമയം മോശമാണ് എന്നൊരു സൂചനയായിരിക്കും നൽകുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവുകളും നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അത് ഒഴിവാക്കുക. 9ാമത്തെ, പഴയ കലണ്ടറുകൾ എന്നുള്ളതാണ്. ഹാളിൽ പലപ്പോഴും കലണ്ടറുകൾ തൂക്കിയിടാറുണ്ട്. പക്ഷെ പലയിടങ്ങളിലും കണ്ടുവരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2025 കഴിഞ്ഞ് 2026 ആവാൻ നേരത്ത് ആ 2025 കലണ്ടറിൻ്റെ മുകളിലൂടെ 2026 കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് 2024 കാണും, 2023 കാണും. 5-6 വർഷത്തെ കലണ്ടറുകളൊക്കെ ചിലപ്പോൾ ഒന്നിൻ്റെ പിറകിൽ ഒന്നായിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഈ കലണ്ടറുകൾ ഇങ്ങനെ കഴിഞ്ഞ ഇത്തരം ഡേറ്റുകളെ സൂചിപ്പിക്കുന്ന അതിനെ പുറകെ ഇട്ടേക്കരുത്. അത് മാറ്റേണ്ടതാണ്. 10ാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്ന. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. മാത്രമല്ല
ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കും. എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയും കൂടി പ്രയോജനപ്പെടുത്തുക. 10ാമത്തെ കാര്യം മരിച്ചുപോയ ആൾക്കാരുടെ ചിത്രങ്ങൾ എന്നുള്ളതാണ്. പലപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചുപോയ ആൾക്കാരുടെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കാമോ എന്നുള്ളത്. മരിച്ചുപോയ ആൾക്കാരുടെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം അത്രയും നാളും ചിലപ്പോൾ ആ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളായിരിക്കും, ആ വീടിൻ്റെ ഉടമയായിരുന്ന ഒരാളാണ് മരിച്ചുപോയത്. അതോടുകൂടി അയാളുടെ ചിത്രം എടുത്ത് കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ലാത്തതാണ്. പക്ഷേ വയ്ക്കേണ്ട ഒരു രീതി ഉണ്ടെന്നാണ്. അതായത് വടക്ക് ഭാഗത്ത് നിന്ന് തെക്കോട്ട് നോക്കിയിരിക്കുന്ന തരത്തിലേക്കാണ് ചിത്രം വയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാളിൽ ഇത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യൻ, നമ്മുടെ അമ്മ, അച്ഛൻ, അങ്ങനെ ആരെങ്കിലും നമുക്ക് മരണപ്പെട്ടു പോയ ഒരാളുണ്ട്, അയാളുടെ ചിത്രം വയ്ക്കണമെങ്കിൽ ഹാളിൽ വയ്ക്കാം. പക്ഷെ വടക്ക് നിന്ന് തെക്കോട്ട് വരുന്ന തരത്തിലേക്ക് വയ്ക്കാം. പിന്നെ പലരും ഇത് വയ്ക്കാത്തത് എപ്പോഴും ആ ചിത്രം തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കടവും സംഘർഷമൊക്കെ വരുന്നതുകൊണ്ട് ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നുണ്ട്. അത് മനക്കട്ടിയുള്ളവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ വച്ച് നേദ്യമൊക്കെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തെക്ക് റൂമിൽ ചിലർ ഇത് വയ്ക്കാറുണ്ട്, മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ. അതും ശരിയായ രീതിയാണ്. തെക്ക് റൂമിൽ തെക്ക് ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന തരത്തിലേക്ക് ചിത്രങ്ങൾ വയ്ക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഹാളിൽ പാടില്ലാത്ത 10 തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും ചില കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട്, അത് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങളെ കുറിച്ച് പറയാം. പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.